ഞങ്ങളൊക്കെ തീരെ ചെറുതായിരുന്ന കാലഘട്ടത്തിൽ മുതലേ തന്നെ മൻമോഹൻ സിംഗ് ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ, ഒരു പ്രൈം മിനിസ്റ്റർ ഫിഗർ എന്ന രീതിയിൽ ഞങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയാണെന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പോൾ തലപ്പാവ് വെച്ചൊരു പ്രധാനമന്ത്രി. ഞങ്ങളെല്ലാം അദ്ദേഹത്തെ ഓർക്കുന്നത് ഒരുപാട് സംസാരിക്കാത്തൊരു പ്രധാനമന്ത്രി എന്ന രീതിയിലായിരുന്നു. അന്ന് നമ്മളിപ്പോൾ നരേന്ദ്രമോദിയെ അനുകരിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പിണറായി വിജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ. അതുപോലെ മൻമോഹൻ സിംഗിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് സംസാരിക്കാതെ നിൽക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം മിണ്ടാതെ നിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതാണ് നേരത്തെ പറഞ്ഞിരുന്നത്, അദ്ദേഹം പൊതുവിൽ സംസാരിക്കുന്ന അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ ക്ലിയർ ആയിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് നമ്മളിങ്ങനെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയോ അങ്ങനെ അനാവശ്യമായ ഒരുപാട് സംസാരങ്ങൾ നടത്തുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം എന്തോ ലൈക്ക് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് എന്ന് പറയുന്ന പോലെ അദ്ദേഹം എടുക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളും നിലപാടുകളും വളരെ ക്ലിയർ ആയിരുന്നു. അദ്ദേഹം അതിൽ ഉറച്ചു നിന്നിരുന്നു. ഇതെല്ലാം വളരെ ഡിബേറ്റ്ഫുള്ളായി നിന്നിരുന്ന സമയത്ത്, ഇപ്പോൾ നോട്ട് നിരോധന സമയത്ത് ആരും അതിനെ തുറന്ന് എതിർക്കാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. അത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവും, പെട്ടെന്ന് ഒരു അർദ്ധരാത്രിയിൽ നോട്ട് നിരോധിക്കപ്പെടും, അല്ലെങ്കിൽ നാളെ മുതൽ. ഇതിനു മുമ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു സിനാരിയോയിലൂടെയാണെന്ന് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ കടന്നുപോയത്. പലപ്പോഴായി ശേഖരിച്ച് വെച്ച കുടുക്കയിലൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന പണം ഉൾപ്പെടെ എടുത്തുകൊണ്ട് ബാങ്കുകളിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ നിർബന്ധിതരായ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും, ഇതിനെങ്ങനെ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാൻ ആളുകൾ മടിച്ചിരുന്നൊരു സമയത്ത് അതിനെ കൃത്യമായി വിചിന്തനം ചെയ്ത് അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് വളരെ രൂക്ഷമായി തന്നെ പറഞ്ഞ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരുന്നു. അതിനോട് നമുക്ക് വിയോജിക്കാം എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അതിനോടുള്ള ഒരു സമീപനവും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിയും വളരെ ക്ലിയർ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ അത് പറഞ്ഞത് തോമസ് ഐസക് ആയിരുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഈ ഒരു കാര്യത്തിൽ ഈ രണ്ടാളുകളും ഒരേപോലെ തന്നെ അതിനെ തുറന്ന് എതിർത്തു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്.